ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇതുവരെ കിരീടം നേടാനാകാത്ത ടീമാണ് പഞ്ചാബ് കിങ്സ്. നേരത്തെ കിങ്സ് 11 പഞ്ചാബ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പഞ്ചാബ് കിങ്സ് 2014 ശേഷം ഇതാദ്യമായാണ് IPL ഫൈനലിൽ എത്തിയിരിക്കുന്നത്. IPL കിരീടം നേടാത്ത മറ്റൊരു ടീമായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവാണ് ഫൈനലിൽ പഞ്ചാബിന്റെ എതിരാളികൾ. IPLലെ കന്നി കിരീടം ലക്ഷ്യമിട്ട് തന്നെയാണ് ഇത്തവണ പഞ്ചാബ് എത്തിയത്. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ നിലവിലെ ചാമ്പ്യൻ കൂടിയായ ശ്രേയസ് അയ്യരെ ക്യാപ്റ്റനായി അവർ എത്തിച്ചു. IPL താരലേലത്തിൽ തങ്ങൾക്ക് ആവശ്യമായ മികച്ച താരങ്ങളെ തന്നെ പഞ്ചാബ് സ്വന്തമാക്കി. പഞ്ചാബിനെ ഫൈനലിൽ എത്തിച്ചതിൽ നിർണായക പങ്കുവഹിച്ചത് ടീമിന്റെ കിടിലൻ നീക്കങ്ങളാണ്. ഫൈനലിൽ RCBക്ക് വെല്ലുവിളിയാകാൻ പോകുന്ന പഞ്ചാബിനെ കരുത്തരാക്കിയ ആ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, കുറഞ്ഞ വിലയിൽ മികച്ച താരങ്ങൾ. കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയാണ് പഞ്ചാബ് മാനേജ്മെന്റ് IPL താരലേലത്തിനെത്തിയത്. ടീമിന്റെ ഘടനയ്ക്ക് അനുയോജ്യമായ മികച്ച താരങ്ങളെ അധികം വില നൽകാതെ സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞു. പ്രിയാൻഷ് ആര്യ 3.8 കോടി രൂപ, നേഹൽ വധേര 4.2 കോടി രൂപ, ജോഷ് ഇംഗ്ലീഷ് 2.6 കോടി രൂപ തുടങ്ങിയ താരങ്ങളെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. 4 കോടി രൂപക്ക് പ്രഭ്സിമ്രാൻ സിംഗിനെ നിലനിർത്തുകയും ചെയ്തു. ഇതോടെ മികച്ച ഒരു ടീം ഘടന തയ്യാറാക്കാൻ പഞ്ചാബിന് കഴിഞ്ഞു. 2, റോളുകൾക്ക് അനുയോജ്യമായ താരങ്ങൾ. IPL താരലേലത്തിലെത്തി വലിയ പേരുള്ള താരങ്ങളെ ലക്ഷ്യമിടുന്നതിന് പകരം ഓരോ റോളുകൾക്കും അനുയോജ്യരായ താരങ്ങളെ പഞ്ചാബ് ടീമിലെത്തിച്ചു. റിക്കി പോണ്ടിങ്ങിന്റെ നേതൃത്വത്തിൽ തങ്ങൾക്ക് ഏത് തരത്തിലുള്ള താരങ്ങളെയാണോ ആവശ്യം അതിനനുസരിച്ചുള്ള താരങ്ങളെ സ്വന്തമാക്കാൻ പഞ്ചാബിന് കഴിഞ്ഞു. ഇതിനുള്ള മികച്ച ഉദാഹരണമാണ് പ്രിയാൻഷ് ആര്യ. ടോപ്പ് ഓർഡറിൽ തകർത്തടിക്കാൻ കഴിവുള്ള ഒരു ഓപ്പണറായാണ് പ്രിയാൻഷ് ആര്യയെ ടീമിലെത്തിച്ചത്. അദ്ദേഹത്തിൽ നിന്ന് സ്ഥിരതയോ നീണ്ട ഇന്നിങ്സുകളോ ഒന്നുമല്ല പഞ്ചാബ് പ്രതീക്ഷിച്ചത്. ഇന്നിങ്സിന്റെ തുടക്കം സ്ഫോടനാത്മകമായിരിക്കണം എന്നത് മാത്രമായിരുന്നു ടീമിന്റെ ലക്ഷ്യം. അത് ഭംഗിയായി നിറവേറ്റാൻ താരത്തിന് സാധിക്കുകയും ചെയ്തു. 3, ശക്തരായ ഇന്ത്യൻ നിര. IPLൽ എല്ലാ കാലത്തും ഒരു ടീമിന്റെ വിജയത്തിൽ ഏറെ നിർണായകമായ കാര്യമാണ് ശക്തമായ ഒരു ഇന്ത്യൻ നിര ഉണ്ടായിരിക്കുക എന്നത്. ഈ സീസണിൽ അത്തരത്തിലൊരു ഇന്ത്യൻ നിരയെ പടുത്തുയർത്തുന്നതിൽ പഞ്ചാബ് വിജയം കണ്ടു. അടുത്ത 4-5 വർഷത്തേക്ക് ഉപകാരപ്പെടുന്ന ഒരു ഇന്ത്യൻ കോർ ടീമിനെയാണ് പഞ്ചാബ് ലക്ഷ്യം വെച്ചത്. ശ്രേയസ് അയ്യർ, പ്രഭ്സിമ്രാൻ സിംഗ്, പ്രിയാൻഷ് ആര്യ, നേഹൽ വധേര, അർഷ്ദീപ് സിംഗ് തുടങ്ങിയ താരങ്ങളുടെ ശക്തമായ ഒരു ഇന്ത്യൻ നിരയെ തന്നെ പഞ്ചാബിന് ലഭിക്കുകയും ചെയ്തു. 4, പരിചയസമ്പത്തിന്റെയും പുതുമുഖങ്ങളുടെയും കൃത്യമായ ചേരുവ. ശ്രേയസ് അയ്യർ, യുസ്വേന്ദ്ര ചഹൽ, മാർക്കസ് സ്റ്റോയിനസ്, അർഷ്ദീപ് സിംഗ് തുടങ്ങിയ പരിചയസമ്പന്നരായ താരങ്ങളുടെ മികച്ച നിര തന്നെ പഞ്ചാബിനുണ്ട്. അതോടൊപ്പം T20 ക്രിക്കറ്റിലെ പുതിയ രീതികൾക്ക് ഉചിതമായ തരത്തിൽ കളിക്കുന്ന പ്രിയാൻഷ് ആര്യ, നേഹൽ വധേര, പ്രഭ്സിമ്രാൻ സിംഗ് തുടങ്ങിയ പുതുമുഖങ്ങളും പഞ്ചാബിന് കരുത്തായി മാറി. 5, ക്യാപ്റ്റനെ എത്തിക്കാൻ പിശുക്ക് കാണിച്ചില്ല. ഇത്തവണ IPL ലേലത്തിന് ഏറ്റവും അധികം തുകയുമായി എത്തിയത് പഞ്ചാബ് കിങ്സ് ആണ്. പ്രഭ്സിമ്രാൻ സിംഗ്, ശശാങ്ക് സിംഗ് എന്നീ 2 താരങ്ങളെ മാത്രം നിലനിർത്തിയ അവർ ഒരു ക്യാപ്റ്റനെ തേടിയാണ് ഇറങ്ങിത്തിരിച്ചത്. ശ്രേയസ് അയ്യർ തന്നെയായിരുന്നു അവരുടെ ആദ്യ ലക്ഷ്യം. 26.75 കോടി രൂപക്ക് അയ്യരെ പഞ്ചാബ് സ്വന്തമാക്കുകയും ചെയ്തു. മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കുന്ന 2024 ചാമ്പ്യൻ ക്യാപ്റ്റൻ കൂടിയായ അയ്യർക്ക് വേണ്ടി ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ നൽകാൻ പഞ്ചാബ് തയ്യാറായേനെ. എന്തായാലും അയ്യരെ ടീമിലെത്തിച്ച കാശ് പഞ്ചാബിന് മുതലായി. ശക്തമായ ടീമിനെ തന്നെയാണ് പഞ്ചാബ് ഇത്തവണ ഒരുക്കിയത് എന്ന് ചുരുക്കം. RCBയെ സംബന്ധിച്ച് ഇനിയൊരു ഫൈനൽ തോൽവി താങ്ങാനാകില്ല. എന്നാൽ കരുത്തരായ പഞ്ചാബിനെതിരെ വിജയിക്കാൻ കൃത്യമായ തന്ത്രങ്ങൾ തന്നെ RCB ഒരുക്കേണ്ടതായി വരും.